നമസ്കാരം. ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി കടന്നു വരുന്ന ഒന്ന് തന്നെയാണ് ഭാഗ്യം. നനച്ചിരിക്കാതെയാണ് പലപ്പോഴും ഭാഗ്യം ജീവിതത്തിലേക്ക് കടന്നു വരിക. ഏറ്റവും വിശേഷപ്പെട്ട ഒരു ദിവസത്തിന് സാക്ഷിയാകാൻ പോവുകയാണ് നാം ഏവരും. 2024 വിഷു അടുക്കാറായി. ഈ വിഷുവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ, അഥവാ വിഷുഫലവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ, ചില നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾ നേടിത്തരുന്നതായ ഒരു വർഷം തന്നെയാണ് ഇത്. അതായത് വിഷു മുതൽ ചില നക്ഷത്രക്കാരായ സ്ത്രീകളുടെ ജീവിതത്തിലേക്ക് വളരെയധികം സൗഭാഗ്യം വന്ന് ചേരുകയാണ്. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യം വന്ന് ചേരുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. പ്രധാനമായും ഈ നക്ഷത്രക്കാരായ സ്ത്രീകളുടെ കുടുംബത്തിൽ ചില അത്ഭുതകരമായ കാര്യങ്ങൾ തന്നെ സംഭവിക്കും എന്നതാണ് വാസ്തവം. സമ്പൂർണ്ണ വിഷുഫലം ക്ഷേത്രപുരാണത്തിന്റെ ഭാഗമായ ക്ഷേത്രപുരാണം 2.0 ചാനലിൽ ലഭ്യമാണ്. വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാരായ സ്ത്രീകൾ വീടുകളിലുണ്ട് എങ്കിൽ ഇവരുടെ പ്രവൃത്തികൾ മൂലം കീർത്തി ലഭിക്കുന്നതായ അവസരമാണ് വന്നു ചേരുക. വീടുകളിലേക്ക് അത്തരത്തിലൊരു സൗഭാഗ്യം വന്നു ചേരും എന്ന കാര്യം ഓർക്കേണ്ടതാകുന്നു. ധനപരമായ നേട്ടങ്ങൾക്കും സാധ്യത കൂടുതൽ തന്നെയാണ്. ബിസിനസ് പരമായും നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം. ബിസിനസ്സിലും ഉയർച്ച നേടുവാൻ സാധിക്കും. അത് ഭർത്താവുമായി ബന്ധപ്പെട്ടാകാം, അല്ലെങ്കിൽ കുടുംബത്തിൽ തന്നെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ കൊണ്ടുവരുവാൻ ഇവർക്ക് സാധിക്കും. ഇവരുടെ നല്ല സമയം ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ കൊണ്ടുവരും എന്ന കാര്യമാണ് ഓർത്തിരിക്കേണ്ടത്. അതിനാൽ തന്നെ ഈ സമയം സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും വളരെയധികം നേട്ടങ്ങൾ തൊഴിൽപരമായും അതേപോലെ തൊഴിൽ ലഭിക്കുക, കുടുംബ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പല രീതിയിലുള്ള പ്രശ്നങ്ങൾ മറികടന്ന് മുന്നോട്ട് പോകുവാൻ സാധിക്കുക, കൂടാതെ പൊതുപ്രവർത്തനത്തിൽ ഉയർച്ച നേടുക തുടങ്ങിയ കാര്യങ്ങൾക്കും സാധ്യത കൂടുതലുള്ള സമയം തന്നെയാകുന്നു. അതിനാൽ തന്നെ ഈ നക്ഷത്രക്കാരായ സ്ത്രീകൾ വീടുകളിലുണ്ട് എങ്കിൽ തീർച്ചയായും ആ വീടുകളിലേക്ക് സൗഭാഗ്യം വന്ന് ചേരുന്നതായ ഒരു സമയം തന്നെയാണ് എന്ന് പറയാം. ആയില്യമാണ് മറ്റൊരു നക്ഷത്രം. ആയില്യ നക്ഷത്രക്കാരായ സ്ത്രീകൾ വീടുകളിലുണ്ട് എങ്കിൽ ഈ കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആഗ്രഹസാഫല്യം കടന്നു വരുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം. വിഷു മുതൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുഭവഭേദ്യമാകും. ആഗ്രഹ സാഫല്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതായ ഒരു സമയം കൂടിയായി മാറും. ബന്ധുക്കളാൽ പലവിധ സഹായങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. സന്തോഷം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. കൃഷിയുമായി ബന്ധപ്പെട്ട് വളരെയധികം നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. അത് നിങ്ങൾ ചെയ്യുന്നതായ അത്തരം പ്രവൃത്തികൾ നിങ്ങൾക്ക് പേരും പ്രശസ്തിയും അതേപോലെ ധനപരമായ നേട്ടങ്ങൾക്കും കാരണമാകും. ഭർത്താവിനും കുട്ടികൾക്കും ഉയർച്ച നൽകുവാൻ സാധിക്കുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. നടക്കില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതായ ഒരു സമയം കൂടിയാണ് ഇത്. വീട്, സ്ഥലം തുടങ്ങിയ കാര്യങ്ങൾ വാങ്ങുവാൻ അനുകൂലമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വീണ്ടും തുടങ്ങുവാൻ സാധിക്കും. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ കൈവായ്പകളോ മറ്റു രീതിയിലുള്ള പ്രയാസങ്ങളോ ഉണ്ട് എങ്കിൽ അത് ഒരു പരിധിവരെ പരിഹരിക്കുവാനും ഈ സമയം നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം ഓർക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാരായ സ്ത്രീകളാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. വളരെയധികം നേട്ടങ്ങൾ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ ഇവർക്ക് സാധിക്കും എന്ന് തന്നെ പറയാം. ഗുണകരമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. കാര്യ തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുവാൻ സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായ പല കാര്യങ്ങളും സംഭവിക്കാൻ സാധ്യത കൂടുതലാകുന്നു. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരാം. നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷം പകരുന്ന കാര്യങ്ങളായി അത്തരം കാര്യങ്ങൾ മാറും എന്ന കാര്യവും ഓർക്കുക. ആരോഗ്യപരമായും നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. ഭർത്താവിനും സന്താനങ്ങൾക്കും ഉയർച്ച നൽകുവാൻ ഈ സമയം നിങ്ങൾക്ക് സാധിക്കും, അല്ലെങ്കിൽ അവർക്ക് ഭാഗ്യം അനുകൂലമായി മാറും. ഈ സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ മറ്റൊരു കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങുകയാണ് എങ്കിൽ ഈ സമയം അനുകൂലമായി മാറും എന്ന കാര്യമാകുന്നു.
ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ വരവും ചെലവും ഒരു പരിധിവരെയെങ്കിലും നിയന്ത്രിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയമാകുന്നു. കുടുംബജീവിതത്തിലെ തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. മനസ്സിലുള്ള പല വിധത്തിലുള്ള ആധി, ക്ലേശങ്ങൾ എന്നിവ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സഹായകരമായ ചില കാര്യങ്ങളും വന്ന് ചേരാവുന്നതാകുന്നു. ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂരാടം നക്ഷത്രമാണ്. പൂരാട നക്ഷത്രക്കാരായ സ്ത്രീകൾ വീടുകളിലുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, വിഷു മുതൽ ഇവരുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വന്നു ചേരും. ഉന്നതി ജീവിതത്തിൽ ലഭിക്കുന്നതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. വിചാരിക്കുന്ന കാര്യങ്ങൾ അത് ശരിയായ സമയത്ത് തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. സാമ്പത്തികപരമായ ഉയർച്ച നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന സമയമാണ് വന്ന് ഭവിച്ചിരിക്കുന്നത്. കൂടാതെ ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നോ മറ്റോ ധനം കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. പൊതുപ്രവർത്തകർക്ക് അനുകൂലമാണ് ഈ സമയം. ഈ സമയം തൊഴിൽപരമായി നിങ്ങൾ ശ്രമിക്കുകയാണ് എങ്കിൽ തൊഴിൽ ലഭിക്കുക, തൊഴിലിൽ ഉയർച്ച നേടുക, തൊഴിൽ മാറ്റം സംഭവിക്കുക, അതിന് സാധ്യത കൂടുതലാകുന്നു. കുടുംബജീവിതത്തിൽ അല്പം സമാധാനം കൊണ്ടുവരുവാൻ സാധിക്കുന്നതായ ചില മുഹൂർത്തങ്ങൾ വന്നു ചേരാം. അത്തരത്തിലുള്ള തർക്കങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക. ശത്രുദോഷം ജീവിതത്തിലുണ്ട്, അത് ഒഴിവാക്കുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അതിനാൽ തന്നെ ശത്രുദോഷം ഒഴിവാക്കുവാൻ നിങ്ങൾ കുടുംബദേവതയെയും ഭദ്രകാളി ദേവിയെയും ആരാധിക്കുക. പ്രത്യേകിച്ചും ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാരായ സ്ത്രീകൾ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ അറിയേണ്ടതായ കാര്യം, വിഷു മുതൽ സൗഭാഗ്യം തേടിയെത്തുന്ന ഒരു നക്ഷത്രക്കാർ തന്നെയാണ് ഇവർ. ഇവരുടെ ജീവിതത്തിലേക്ക് വളരെയധികം നേട്ടങ്ങൾ വിഷു മുതൽ സ്വന്തമാക്കുവാൻ ഇവർക്ക് സാധിക്കും. ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. ഗുണകരമായ കാര്യങ്ങൾ പ്രധാനമായും ജീവിതത്തിലേക്ക് കടന്നു വരും. കാര്യനേട്ടം നിങ്ങൾക്ക് വന്നു ചേരും. കാര്യ തടസ്സങ്ങളുണ്ട് എങ്കിൽ അത് അകറ്റുവാൻ ഫലപ്രദമായ വഴികൾ നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. നിങ്ങളുടെ സ്വീകാര്യത വർദ്ധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. കൂടാതെ വിവാഹവുമായി ബന്ധപ്പെട്ടാണ് എങ്കിൽ പോലും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം ഉന്നതമായ വിജയങ്ങൾ കരസ്ഥമാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് അപ്രത്യക്ഷമായ സഹായങ്ങൾ ലഭിക്കുക, ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങൾക്കും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. മറ്റൊരാൾ ചെയ്യുന്ന സഹായം അത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ധനപരമായ നേട്ടങ്ങൾക്കും സാധ്യത അല്പം കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ ചില നിമിഷങ്ങൾ വന്നു ചേരാം. അവരുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. കൂടാതെ ഈ സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം ചെലവ് തന്നെയാകുന്നു. വരവിനൊത്ത് ചെലവ് നിയന്ത്രിക്കുവാൻ പരമാവധി ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് അനുകൂലമാണ് സമയം എന്ന കാര്യം മനസ്സിലാക്കുക.